എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിൽ എല്ലാത്തിനെയും മൂന്നായി തരംതിരിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ആഹാരം, യജ്ഞം, തപസ്, ധാനം തുടങ്ങിയെല്ലാം ത്രിവിധമാണെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. അതനുസരിച്ച് ആഹാരത്തിനെക്കുറിച്ച്, അതിൻ്റെ വിഭാഗത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ആഹാരം പ്രധാനമായും 3 തരത്തിലുള്ളതാണ്. 1 സാത്വികം, 2 രാജസം, 3 തമോ രസമുള്ളത്. എന്താണ് സാത്വികം? വളരെ ക്ലിയറാണ്. ആയുക്സത്ത ബലാരോഗ്യ സുഖപ്രീതി വർധന രസ്യാ സ്നിഗ്ധ സ്ഥിരഹൃദ്യ ആഹാര സാത്വിക പ്രിയ. സത്വബലാരോഗ്യ സുഖപ്രീതി വർധന രസ്യാ സ്നിഗ്ധ സ്ഥിരഹൃദ്യ ആഹാര സാത്വിക പ്രിയ. അപ്പോൾ ബ്രഹ്മജ്ഞാനം കിട്ടണമെങ്കിൽ, ബ്രാഹ്മണന് തുല്യമായിട്ടുള്ള ഒരു മാനസിക നില കിട്ടണമെങ്കിൽ, ഒരു ഇൻ്റലിജൻസ് ലെവലിലേക്ക് വേഗത്തിൽ എത്തണമെങ്കിൽ, ഒരു വിവേകത്തിൽ എത്തിച്ചേരണമെങ്കിൽ, ഒരു തിരിച്ചറിവുണ്ടാകുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരണമെങ്കിൽ ആഹാരം സാത്വികമായിരിക്കണം. ആയുസ്, മനഃശക്തി, ദേഹബലം, ആരോഗ്യം, സുഖം, പ്രീതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന ആഹാരങ്ങൾ കഴിക്കുക, അത് സാത്വികമാണ്. രസവസ്തുക്കൾ, എണ്ണമയമുള്ളവയും സാരാംശത്തോടു കൂടിയവയും, സാരാംശം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ്, പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത്, രസപരമായിട്ടുള്ളത്, എണ്ണമയമുള്ളത്, കൂടാതെ മനസ്സിന് പിടിച്ച് കഴിക്കുന്നത്, നമ്മുടെ മനസ്സിന് തൃപ്തികരമായി കഴിക്കുന്ന ആഹാരം, ഇതാണ് സ്വാത്വിക ആഹാരങ്ങൾ എന്ന് പറയുക, അല്ലെങ്കിൽ സ്വാത്വികന്മാർക്ക് ശരിക്കു പറഞ്ഞാൽ പ്രിയങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റമിൻ നിറഞ്ഞ, പോഷകാഹാരത്തോടു കൂടിയ, എണ്ണമയത്തോടു കൂടിയ, രസത്തോടു കൂടിയ അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഇൻ്റലിജൻസ് ലെവല്, തിരിച്ചറിവ് ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ സന്യാസി വര്യന്മാരാവാൻ പറ്റും. അത് കൂടുതൽ എളുപ്പത്തിൽ, ശരിക്കും പറഞ്ഞാൽ ആയുസ്, മനഃശക്തി, ദേഹബലം, ആരോഗ്യം, സുഖം, പ്രീതി തുടങ്ങിയവ എളുപ്പത്തിൽ കിട്ടും. നന്ദി, നമസ്കാരം.